നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ശനിദോഷത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. ജ്യോതിഷപരമായിട്ട് ചെറിയ അറിവുകൾ, എന്തെങ്കിലും ചെറിയ അറിവുകളുള്ള ഏതൊരു മനുഷ്യനെയും സംബന്ധിച്ച് അവരേറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ശനിദോഷം. ഏഴരശനി, അഷ്ടമശനി, അർദ്ധാഷ്ടമശനി, കണ്ടകശനി, ഇങ്ങനെയുള്ള ശനിദോഷങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ നമ്മളുടെ നാട്ടിലുണ്ട്. ജന്മക്കൂറിൻ്റെ 12, 1, 2 ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന 7 വർഷക്കാലം ഏഴരശനി എന്നും, ജന്മക്കൂറിൻ്റെ 4 സഞ്ചരിക്കുന്നത് അർദ്ധാഷ്ടമ ശനി എന്നും, 7, 10 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലം കണ്ടകശനി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അതിനെ കൂടുതൽ ഭയക്കാറുണ്ട്. സത്യത്തിൽ ശനിദോഷകാലത്തെ നമ്മൾ ഭയക്കുകയല്ല വേണ്ടത്. കാരണം ഭയന്നാൽ ഒളിക്കാൻ, പേടിച്ചാൽ ഒളിക്കാൻ കാടില്ല ഭൂമിയിൽ എന്ന് പറയുന്നത് പോലെ ശനിദോഷത്തെ നമ്മൾ ഭയന്നത് കൊണ്ട് നമുക്ക് ആ ദോഷകാഠിന്യത്തിൽ നിന്നും വിട്ടു പോകാൻ പറ്റില്ല. നമ്മളുടെ മലയാളക്കരയിൽ ജന്മക്കൂറിൻ്റെ 12, 1, 2 ഭാവങ്ങളിൽ 4-ാം ഭാവത്ത് 7, 10 ഭാവങ്ങളിലൊക്കെ നിൽക്കുന്ന ശനിയെ ശനിദോഷകാലമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ഉത്തരേന്ത്യയിലടക്കമുള്ള ചില സ്ഥലങ്ങളിൽ പ്രചാരത്തിലുള്ള ജ്യോതിഷപ്രകാരം ഏതെങ്കിലും ഈ ജന്മക്കൂറിൻ്റെ 12, 1, 2 ഭാവങ്ങൾ വന്നതുകൊണ്ടോ, 4-ാം ഭാവത്തിൽ വന്നതുകൊണ്ടോ, 7, 10 ഭാവങ്ങൾ വന്നതുകൊണ്ടോ മാത്രം ശനി ദോഷകാരകനാണെന്ന് വിധിക്കുന്ന സമ്പ്രദായമില്ല. മറിച്ച് ശനി ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശനി നിൽക്കുന്ന, അയാൾ ജനിച്ച സമയത്ത് ശനി നിന്ന ചന്ദ്രരാശി മുതൽ നേർഗതിയിലോ വക്രഗതിയിലോ ശനി രാശി മാറുന്ന സമയം, ചന്ദ്രൻ നിൽക്കുന്ന രാശി വരെ എണ്ണി കിട്ടുന്ന സംഖ്യകളെ വിലയിരുത്തിയിട്ട് അത് ഗുണമോ ദോഷമോ എന്ന് വിലയിരുത്തുന്ന ഒരു രീതിയുണ്ട്. അപ്പം ചിലപ്പോൾ അങ്ങനെ വിലയിരുത്തുമ്പോൾ കണ്ടകശനിയാണെങ്കിലും നല്ല കാലമായിട്ട് വ്യാഖ്യാനിക്കുന്നു. ഇങ്ങനെയൊക്കെ ഭിന്ന അഭിപ്രായങ്ങൾ ശനിദോഷ കാര്യങ്ങളിലുണ്ടെങ്കിലും കേരളത്തിൽ ജന്മക്കൂറിൻ്റെ 12, 1, 2 ഭാവങ്ങളിൽ ശനി വരുന്ന കാലം ഏഴരശനിക്കാലം എന്നത് തൊട്ട് 7, 10 ഭാവങ്ങളിൽ ശനി വരുന്നത് കണ്ടകശനി എന്ന് വരെ വ്യാഖ്യാനിക്കാറുണ്ട്. കണ്ടകശനി എന്ന് പറയുന്നത് വാക്കിന് വലിയ ഒരു ആവശ്യമില്ലാത്തൊരു പ്രചാരമുണ്ട്. കണ്ടകശനി വന്നാൽ കൊണ്ടേ പോകുന്നു. കണ്ടകശനി എന്ന് പറയുന്ന വാക്കിൽ, കണ്ടകമെന്ന് പറയുന്ന വാക്കിനർത്ഥം കേന്ദ്രസ്ഥാനം എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ മരണമെന്നോ കൊണ്ടുപോകുന്നോ ഒന്നും സൂചനയില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ് അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കും. എന്നാൽ ഏതു തരത്തിലുള്ള ശനിദോഷമാണെങ്കിലും നമ്മൾ ഭയന്ന് കഴിയുന്നതിൽ അർത്ഥമില്ല. മറിച്ച് ചില തിരിച്ചറിവുകൾ നമ്മൾക്കുണ്ടായാൽ മാത്രം മതി. ശനിദോഷകാലമെന്ന് പറയുന്നത് തന്നെ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലുള്ള ദൗർബല്യങ്ങളെ, ദുർവാസനകളെ, അസൂയയെ, കുശുമ്പിനെ, ഇവയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടാണ് ജ്യോതിഷം വ്യാഖ്യാനിക്കുന്നത്. ഇപ്പം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശനിദശാകാലം അല്ലെങ്കിൽ ശനിദോഷകാലമാണെന്ന് വന്നാൽ, കണ്ടകശനിയോ അഷ്ടമശനിയോ അർദ്ധാഷ്ടമശനിയോ ഏതെങ്കിലും അല്ലെങ്കിൽ ഏഴരശനിക്കാലമൊക്കെ ആണെന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മൾ ചില മുൻകരുതലുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എടുക്കുന്നത് നന്നായിരിക്കും. അതിൽ പ്രധാനമായിട്ടും വേണ്ടത് മദ്യ വിഷയങ്ങൾ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൽ നിന്നും നമ്മൾ പിൻവലിയുക, എന്നേക്കുമായി അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ലഹരി പദാർത്ഥങ്ങൾ ശനി ദശാകാലത്ത്, ശനിദോഷകാലത്ത് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ടുള്ള തിരിച്ചടി നമുക്കുണ്ടാകും, സംശയമൊന്നും ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ രഹസ്യ ഏർപ്പാടുകൾ, രഹസ്യ ബന്ധങ്ങൾ മുതൽ രഹസ്യ ധനസമ്പാദന മാർഗങ്ങൾ വരെ പരസ്യമാകുവാനും പിടിക്കപ്പെടുവാനുമുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും അന്യ സ്ത്രീകളുമായിട്ടുള്ള അവിഹിത ബന്ധം, അന്യപുരുഷന്മാരുമായിട്ടുള്ള അവിഹിത ബന്ധം,
മറ്റാരെങ്കിലുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ശനിദശാകാലത്ത് പുറത്തു വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ തോന്നുക, മറ്റുള്ള സഹജീവികളെയും സകല സർവചരാചരങ്ങളെയും ദ്രോഹിക്കുക, അവയെക്കുറിച്ചൊക്കെ അപവാദം പറയുക, അവർക്ക് കിട്ടുന്ന ഏതെങ്കിലും നേട്ടങ്ങളൊക്കെ നമ്മൾ ഇല്ലാതാക്കുക, കല്യാണം മുടക്കുക, ദമ്പതികളെ തമ്മിൽ പരസ്പരം അകറ്റുക, പ്രണയിക്കുന്നവരെ തമ്മിൽ പരസ്പരം അകറ്റുക, ചികിത്സക്കാരെങ്കിലും സഹായം ചെയ്യുന്നെങ്കിൽ അത് ഇല്ലാതാക്കുക. ഇങ്ങനെ നമ്മളുടെ നാവും വാക്കും കൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ദ്രോഹങ്ങൾ ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ തോന്നുന്നൊരു കാലഘട്ടമാണ് ശനിദോഷകാലം. അത് ശനി മനഃപൂർവ്വം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അത്തരം കെണിയിൽ വീഴാതെ മനസ്സാ വാച കർമ്മണ, നാവ് കൊണ്ടോ വാക്കുകൊണ്ടോ ഒരു വ്യക്തികൾക്കും ദ്രോഹം ചെയ്യാതെ പോകുന്ന ഒരാളെയും ശനീശ്വരൻ അതികഠിനമായി പീഡിപ്പിക്കാറില്ല. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടരുത്, അതുപോലെ തന്നെ കള്ളസാക്ഷി പറയരുത്, അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത്. നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ടു പോകണം. അതിസാഹസ്യത ഒരിക്കലും ശനിദോഷകാലത്ത് ചെയ്യുകയേ ചെയ്യരുത്. ആ സമയത്തുള്ള യാത്രകൾ, ആ സമയത്തുള്ള ജാരസംസർഗത്തിന് വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചൽ, നിയമവിരുദ്ധേയമായിട്ട് ധനം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ, മറ്റുള്ളവരെ ആരെയെങ്കിലും അപകടപ്പെടുത്താനോ മോശപ്പെടുത്താനോ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, ഇതൊന്നും തന്നെ ശനിദശാകാലത്തോ ശനിദോഷകാലത്തോ ചെയ്യരുത്. ചെയ്താൽ വിതയ്ക്കുന്നവൻ കൊയ്തേ പറ്റും, തിരിച്ചടിയുണ്ടാകും. കാരണം ഏതൊരു തിന്മയും ഏതൊരു വേണ്ടാത്ത കാര്യങ്ങളും ശനിദോഷകാലത്ത് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ നമ്മളെ സ്വാധീനിക്കുന്നത് ശനീശ്വരനാണ്, നമ്മളെ പരീക്ഷിക്കുന്നത്. ആ പരീക്ഷണത്തിൽ നമ്മളുടെ ധാർമ്മിക തത്വങ്ങളെ മറന്നുകൊണ്ട്, നമ്മളുടെ ആത്മാവിൻ്റെ സത്വബോധം മറന്നുകൊണ്ട് നമ്മൾ അതിൽ ഇടപെട്ടാൽ തിരിച്ചടി നിശ്ചയമായിട്ടുണ്ടാകും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു റോഡിലൂടെ ഒരു വഴിയിലൂടെ പോകുന്നു. ആ വഴിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു നായ, ഒരു പട്ടി വിശ്രമിക്കുന്നു. അത് നമുക്കൊരു ദ്രോഹം ചെയ്യുന്നില്ല, അത് അതിൻ്റെ പാട് നോക്കി അവിടെ കിടക്കുകയായിരിക്കും. ആ സമയത്ത് നമുക്ക് തോന്നുകയാണ് അതിനെ ഒരു കല്ലെടുത്ത് എറിയണം. ഒരു കാര്യമില്ല, ഒരു ആവശ്യമില്ലാത്ത കാര്യം നമ്മളത് ചെയ്യുന്നു. സത്യത്തിൽ ആ പട്ടിയെ അവിടെ കൊണ്ട് കിടത്തുന്നതും അല്ലെങ്കിൽ ആ നായയെ അവിടെ കൊണ്ട് കിടത്തുന്നതും അത് നമ്മളെ കടിക്കുവാൻ തയ്യാറാക്കി നിർത്തുന്നതും ശനീശ്വരനായിരിക്കാം. അത് നമ്മൾ ഒന്നേ ചെയ്യണ്ടു, ഒരു കല്ലെടുത്ത് എറിയുക. അപ്പോൾ നമ്മൾ ആ സ്വാധീനത്തിൽ വഴങ്ങി കല്ലെടുത്ത് എറിയുന്നു, നായ ഓടി വന്ന് നമ്മളെ കടിക്കുന്നു. വല്ല ആവശ്യമുള്ള കാര്യമാണോ? ഇതൊരു ഉദാഹരണമാണ്. ഇതുപോലെ തന്നെയാണ് ശനിദോഷകാലങ്ങളിൽ ഏതൊരു വ്യക്തികൾക്കും ഏതെങ്കിലും ഒരു കാര്യത്തിൽ തിരിച്ചടി കിട്ടുന്നുവെങ്കിൽ അവരവരുടെ ആവശ്യമില്ലാതെ ഇടപെടുന്നതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് അർഹതപ്പെട്ടതായിരിക്കാം, നമ്മളിലേക്ക് എത്തിച്ചേരേണ്ടതായിരിക്കാം. എങ്കിലും നമ്മൾ അല്പം അതിനു വേണ്ടി കാത്തു നിൽക്കുന്നതും ഈശ്വര സഹായം കൊണ്ട് ദൈവഗത്യ നമ്മളിൽ അത് വന്നു ചേരുന്നത് വരെ ക്ഷമിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. ശനിദോഷങ്ങളുള്ളപ്പോൾ പ്രധാനമായിട്ടും പലരും ചെയ്യുന്നൊരു കാര്യമാണ് വലിയ വലിയ മുതൽ മുടക്കിൽ വലിയ വലിയ ബിസിനസ്സുകൾ ആരംഭിക്കുക. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ജാതകം ഒന്ന് പരിശോധിക്കാനോ അല്ലെങ്കിൽ അറിവുള്ളവരുടെ ഉപദേശം തേടാനോ ഒരു സാവകാശം കൊടുത്താൽ 10 ലക്ഷം രൂപ മുടക്കി നമ്മളൊരു ബിസിനസ് ആരംഭിക്കുന്നുവെങ്കിൽ വിദഗ്ധ ഉപദേശം വരുമ്പോൾ തൽക്കാലം 5 ലക്ഷം മുടക്കാം, 5 ലക്ഷം അതിൻ്റെ ഏറ്റക്കുറച്ചുകൾ മനസ്സിലാക്കിയിട്ട് മുടക്കാമെന്ന് പറയുന്ന തരത്തിലെങ്കിലും നമുക്കൊരു വിവേക ബുദ്ധി വരും. അതുപോലെ തന്നെ ശനിദശാകാലത്ത് അല്ലെങ്കിൽ ശനിദോഷകാലത്ത് വരുന്ന വേറൊരു പെട്ട ഒരു കുരിശാണ് പ്രണയം. പ്രായം കൂടിയവരാണെങ്കിലും പ്രണയിക്കുക. മുൻപും പിൻപും ഒന്നും നോക്കാതെ ഒരു ദീർഘവീക്ഷണവും ഇല്ലാതെ 1 മാസം കൊണ്ട് കാണുന്നു, 2 മാസം കൊണ്ട് പ്രണയിക്കുന്നു, 3 മാസം കൊണ്ട് വിവാഹം കഴിക്കുന്നു. 6 മാസം കഴിയുമ്പോഴത്തേക്കും അടി ഇടി ബഹളം പോലീസ് കേസ് ഇല്ലാത്ത പ്രശ്നങ്ങൾ മുഴുവനായി. നല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്
ഈ ശനിദോഷകാലങ്ങളിൽ ഭാര്യ ഉള്ള ഭർത്താവിനെ അല്ലെങ്കിൽ ഭർത്താവുള്ള ഭാര്യയായിട്ട് രഹസ്യബന്ധത്തിൽ ഏർപ്പെടുക. അധികാരമൊന്നും പോവില്ല, ഏറിയ 2-3 മാസം, അതിനിടയ്ക്ക് പിടിക്കപ്പെടുന്നു. സ്വസ്ഥമായിട്ട് ജീവിച്ചിട്ടുള്ള സ്ത്രീയുടെ ജീവിതം നമ്മൾ കാരണം കുളമാകും. സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു പുരുഷൻ്റെ ജീവിതം നമ്മൾ കാരണം ഇല്ലാത്ത പ്രശ്നങ്ങളാൽ ഒപ്പം നമ്മൾ വളരെ മോശക്കാരനാണെന്നുള്ള അപഖ്യാതിയും അപകീർത്തിയുമാകും. ഇതിനിടയ്ക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള കായികമായിട്ടുള്ള പ്രശ്നങ്ങളും നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. ശനി ദോഷകാലത്ത് മറ്റൊരു കാര്യം പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ദുർച്ചിലവുകൾ, ഇല്ലാത്ത ആഡംബരങ്ങളൊക്കെ കാണിക്കാൻ തോന്നുക, ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്ന വീട് പൊളിച്ചു പണിയുക, അതിൻ്റെ അകത്തോട്ട് ലോൺ എടുത്തും വായ്പ എടുത്തും കടം മേടിച്ചൊക്കെ അതിന് മൂടി പിടിപ്പിക്കുക. അവസാനം വരുമ്പോഴത്തേക്കും വീട് പണി തീരുന്നുമില്ല, കടമൊട്ട് കൊടുത്ത് തീർക്കുവാൻ സാധിക്കുന്നുമില്ല. ഒരാവശ്യമില്ലാത്ത കാര്യമാണ് അങ്ങനെയുള്ള ചിന്തകൾ വരിക. അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് വേണ്ടിയിട്ട് പോകും ശനി ദോഷകാലത്ത്. അവിടെ ചെല്ലുമ്പോൾ ചൂട് കൂടുതലാണ്, ശമ്പളം കുറവാണ്, ജോലി സമയം കൂടുതലാണ്. ഇതുപോലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് തിരിച്ചെത്തുക. ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മൾ പോകാൻ. അവിടെ ചൂട് കൂടുതലാണെന്നും ജോലി സമയം കൂടുതലാണെന്നും നമ്മൾ ആദ്യം തന്നെ തിരക്ക് മനസ്സിലാക്കി വെച്ചാൽ അത് നമ്മൾ തത്വത്തിൽ അംഗീകരിക്കാൻ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തി എടുത്താൽ ഈ പ്രശ്നം വരത്തില്ല. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ചാടിയിറങ്ങുക, മറ്റുള്ളവൻ്റെ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെന്ന് അടി ബഹളം എല്ലാം ഉണ്ടാക്കുക. അവസാനം കേസും വഴക്കും വരുമ്പോൾ നമ്മുടെ തലയിലാകും, മറ്റവൻ ന്യൂട്രൽ രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ ശനി ദോഷകാലം എന്ന് പറയുന്നത് നമ്മളുടെ സൽബുദ്ധിയെ മറയ്ക്കാനിടയുള്ള കാലഘട്ടം. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. നമുക്കെല്ലാവർക്കും സൽബുദ്ധിയുണ്ട്, എല്ലാവർക്കും വിശേഷ ബുദ്ധിയുണ്ട്, ആർക്കും വിശേഷ ബുദ്ധിയില്ലാത്തവരായിട്ടില്ല. നമ്മൾ അല്പം സാവകാശം കൊടുത്ത് ഏതൊരു കാര്യത്തെക്കുറിച്ചും വിശദമായിട്ട് മനസ്സിലാക്കുകയും ആലോചിക്കുകയും ചെയ്താൽ ഏത് കാര്യത്തിലും നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഗുരുകാരണവന്മാരുണ്ടാകും, അല്ലെങ്കിൽ അനുഭവസ്ഥരുണ്ടാകും, നമ്മൾ ഏർപ്പെടുന്ന ബിസിനസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാകും. അവരെയൊക്കെ കണ്ട് അവരുടെയൊക്കെ അഭിപ്രായം ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ഒരു ഈഗോയുടെ പ്രശ്നം വരുന്നില്ല. ഇപ്പം 7 ശനിയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദാമ്പത്യ ജീവിതത്തിൽ അലോസരങ്ങളുണ്ടാകും, അഭിപ്രായ ഭിന്നതകളുണ്ടാകും, ധർമ്മം വിട്ടും നീതി വിട്ടും സഞ്ചരിക്കാനുള്ളൊരു താല്പര്യമുണ്ടാകും, സാഹചര്യം ഉണ്ടാകും. അതിലൂടെയൊക്കെ നമ്മൾ ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടിയിട്ട് ഒരു ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കേണ്ടെന്ന് ജീവിത പങ്കാളിയെ ചതിച്ചും വഞ്ചിച്ചും കൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ നമുക്കവിടെ നഷ്ടപ്പെടുന്ന നമ്മുടെ ജീവിതവും നമുക്ക് നമ്മളിൽ മറ്റുള്ളവർക്കുള്ളൊരു വിശ്വാസവുമാണ്. പ്രത്യേകിച്ച് 2-3 മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ നിലവിലുള്ള ഭർത്താവിനെ മക്കളുടെ അച്ഛനെയോ അമ്മയോ ഒക്കെ വിട്ടിട്ടുള്ളൊരു പ്രണയത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതം എന്താകുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ശനിദോഷം കഴിഞ്ഞാലും നമ്മളുടെ ജീവിതത്തിൽ ഒരു നല്ല കാലം വരത്തില്ല. ഇതും നമ്മൾ ശനിദോഷകാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. തസ്കര സ്വഭാവം ഉണ്ടാകുക ശനിദോഷകാലത്ത്, എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ അവരറിയാതെ എടുത്തു മാറ്റാനുള്ള ഒരു താല്പര്യം, അത് പിടിക്കപ്പെടുകയും ചെയ്യും. കള്ളൻ എന്നൊക്കെ ഒരു പേര് നമുക്ക് വീണ് കഴിഞ്ഞാൽ മരണം വരെ അത് മാറില്ല. നമ്മളുടെ മക്കളും ബന്ധുക്കാരും എല്ലാം പിന്നീട് അറിയപ്പെടുന്നത് ആ കള്ളൻ്റെ മകൻ, അല്ലെങ്കിൽ ആ കള്ളിയുടെ മകൻ, ആ കള്ളൻ്റെ ഭാര്യ, അല്ലെങ്കിൽ ആ കള്ളിയുടെ ഭർത്താവ്, ഇങ്ങനെയായിരിക്കും. ഇതേ കൊണ്ട് നമ്മൾക്ക് എങ്ങനെ ജീവിച്ചു പോകാൻ സാധിക്കും? ഇനി 10ലാണ് ശനിയെങ്കിൽ തൊഴിൽ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാൻ മുതൽ മുടക്കണം, വളരെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. തൊഴിൽ മേഖലയിൽ വീഴ്ചകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സാമ്പത്തിക വഞ്ചനയ്ക്കും കൂട്ടുനിൽക്കരുത്, ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനും കൂട്ടുനിൽക്കരുത്. സത്യസന്ധമായിട്ട് പോകണം. സത്യസന്ധതയായിരിക്കണം നമ്മളുടെ കൈമുതൽ തൊഴിൽ മേഖലയിൽ. ഇല്ലെങ്കിൽ നമ്മൾക്ക് കള്ളൻ എന്ന പേര് കിട്ടും, പിടിക്കപ്പെടും, പ്രശ്നമാകും, നിയമവിരുദ്ധ കാര്യങ്ങളും മൊത്തം കുളമാകും. അതുപോലെ തന്നെ അതിസാഹസികത ശനിദോഷകാലത്ത് ചെയ്യരുത്. അർദ്ധരാത്രിയിൽ സഞ്ചരിക്കുക, അസമയത്തുള്ള യാത്ര, അത് പ്രത്യേകിച്ച് മദ്യപിച്ചുകൊണ്ടുള്ള യാത്ര, അതല്ലെങ്കിൽ മോശപ്പെട്ട സ്ത്രീകളോ പുരുഷന്മാരോ ആയിട്ടുള്ള യാത്ര, ഇവയൊക്കെ അപകടങ്ങൾക്ക് ഇരയാക്കും, പിടിക്കപ്പെടുന്നുള്ള സാഹചര്യം ഒരുക്കും.
ശനിദോഷകാലത്ത് പ്രത്യേകിച്ച് മദ്യം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. മദ്യം, വേശ്യാസ്ത്ര സംഗമം, ചൂതുകളി, പന്തയങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയില്ലെങ്കിൽ അവയെല്ലാം കൊണ്ട് തിരിച്ചടിയുണ്ടാകും. ഏതു തരത്തിലുള്ള ലഹരി ഉപയോഗം ശനിക്ക് വിരോധമാണ്. അതുപോലെ തന്നെ വഴിവിട്ടുള്ള സഞ്ചാരം ശനിക്ക് വിരോധമാണ്. അതൊക്കെ നമ്മൾ പോയോ നമ്മളെ തകർക്കും ശനി. ചീട്ടുകളി, ചൂട്ടുകളി, പന്തയം, കുതിരപ്പന്തയം പോലുള്ള പന്തയങ്ങൾ, അതുപോലെ തന്നെ ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ അധികം ധനം മുടക്കുന്നത്, ഇതൊക്കെ അധ്വാനിക്കാതെ ധനം നേടാനുള്ള ശ്രമമായിട്ടാണ് ശനി വിലയിരുത്തുന്നത്. ശനിയെ സംബന്ധിച്ച് തന്നെ ജ്യോതിഷത്തിൽ ഐതിഹ്യത്തിലൊക്കെ പറയുമ്പോൾ എപ്പോഴും അധ്വാനിക്കുന്ന ശീലം, സദാ വിയർപ്പോടുകൂടിയ ശരീരമുള്ളവനെന്നാണ് പറയുക ശനിയെ. അങ്ങനെ സദാ കഠിനാധ്വാനിയായിട്ടിരിക്കുന്ന ഒരു ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ ഒരു ഈശ്വര രൂപം ഒരു തരത്തിലും നമ്മൾ അധ്വാനിക്കാതെ കാശുണ്ടാക്കണമെന്നുള്ള ചിന്തയായിട്ട് നടന്നാൽ അതിനെ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ശനിദോഷകാലമാണെന്നറിഞ്ഞാൽ വാക്കുകളിൽ മിതത്വം പുലർത്തണം. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു വ്യക്തികൾക്കും ഉപദ്രവമുണ്ടാക്കരുത്. ഒരു ചരാചരങ്ങൾക്ക് അനാവശ്യമായിട്ട് വൃക്ഷങ്ങൾ മുറിക്കുക, പക്ഷികളെ വേട്ടയാടുക, മൃഗങ്ങളെ വേട്ടയാടുക, ഇതൊന്നും ശനിദോഷകാലത്ത് അരുത് എന്നാണ് ജ്യോതിഷാഭിപ്രായം. ഇതൊക്കെ ചെയ്താൽ ഇതിൻ്റെയൊക്കെ തിരിച്ചടി അദ്ദേഹം നമ്മളെ ഭരിക്കുന്ന ആ ദോഷകാലത്തിൽ തന്നെ നമുക്ക് നൽകും. അദ്ദേഹത്തിന് പിന്നത്തേക്ക് വെക്കുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ ചെയ്തോ അതിന് നമുക്ക് തക്കതായിട്ടുള്ള ഫലം അദ്ദേഹം തന്നിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അതുകൊണ്ട് ശനിദോഷകാലത്ത് നമ്മൾ എത്രത്തോളം നല്ല നടപ്പ് നടക്കാൻ പറ്റുമോ അത് നടക്കുക. ശനിദോഷകാലമാണെങ്കിൽ പ്രഷർ കൂടാം, ഷുഗർ കൂടാം, കൊളസ്ട്രോൾ കൂടാം. ഇതൊക്കെ നമ്മൾ നിയന്ത്രിച്ച് നോക്കി അതിനെ വർജിക്കണമെന്ന് വൈദ്യന്മാർ കൽപ്പിക്കണം. അതൊക്കെ വർജിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതിനാണ് പ്രധാനപ്പെട്ടവരെടുത്ത് പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ. അത് ഏത് തരത്തിലുള്ള ലഹരി ആയാലും. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള ശാപം പറയുക, കോപം പ്രകടിപ്പിക്കുക, ശപിക്കുക, അവരുടെയൊക്കെ മനസ്സ് മാതാപിതാക്കളുടെയോ ഭാര്യയുടെയോ മക്കളുടെയോ ഭർത്താവിൻ്റെയോ ബന്ധുക്കാരുടെയൊക്കെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ നമ്മൾ മൂർച്ചയേറിയ വാക്കുകൾ പറയുക. ഇവയൊന്നും ശനിദശാകാലത്ത് ചെയ്യാൻ പാടില്ല. അത് എടുത്തു പറയുന്നുണ്ടെന്നാണ്. ഒരു ഭിക്ഷക്കാരനാണെങ്കിൽ പോലും, ഒരു ഭിക്ഷയെടുത്ത് ജീവിക്കുന്നവനാണെങ്കിൽ പോലും, അവൻ ഒരു ദിവസം ഭിക്ഷയെടുത്ത് കിട്ടുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ധനത്തിൽ നിന്ന് അതിനെ 100 ഭാഗിച്ചിട്ട് അതിൽ 95% അവനെടുക്കാം. ബാക്കി 2%, 95 അവനെടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 5% ഉണ്ട്. അതിൽ 2% സാധുക്കളായുള്ളവർക്ക് ദാനം ചെയ്യണം. ബാക്കി 3% കാക്കയ്ക്ക് കൊടുക്കണമെന്നാണ് പറയുക. ശനിദോഷകാലത്ത് പറയുന്ന പരിഹാരങ്ങൾ പറയുന്ന കാര്യമാണ്. വികലാംഗർക്ക് കമ്പിളി വസ്ത്രം ദാനം ചെയ്യുക, അന്നം ദാനം ചെയ്യുക, അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, കാക്കയ്ക്ക് അന്നം കൊടുക്കുക. ഇതൊക്കെ ശനിദോഷകാലത്ത് ചെയ്യാൻ പറ്റുന്ന പരിഹാര മാർഗങ്ങളായിട്ട് പറയുന്നതിൻ്റെ കാര്യം തന്നെ നമ്മൾ സഹജീവികളോട് ദയയും സഹാനുഭൂതിയും ഉള്ളവരായിരിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ്. അല്ലെങ്കിൽ ശനിദോഷകാലത്ത് നമ്മൾ ആവശ്യമില്ലാതെ മരം വെട്ടാൻ വേണ്ടി മരത്തിലൊക്കെ കയറിയാൽ മരക്കമ്പ് തന്നെ നമ്മുടെ ദേഹത്തേക്ക് പതിക്കും, അല്ലെങ്കിൽ മരത്തിൽ നിന്ന് നമ്മൾ വീഴും. ആ സമയത്ത് വാഹനങ്ങൾ ഉപയോഗിച്ചാൽ വാഹനങ്ങൾ കൊണ്ട് അപകടം ഉണ്ടാവാം. ഉയരങ്ങൾ കയറരുതെന്നൊക്കെ ശനിദോഷം പറയില്ലേ, ഉയരങ്ങൾ കയറരുത്, എന്താ വീഴ്ച ഉണ്ടാവാം. കാരണം നിങ്ങളല്ല, ശനിദോഷം ബാധിച്ച ഒരാളെ പൂർണ്ണമായിട്ടും അയാളുടെ നിയന്ത്രണത്തിലല്ല, അയാളെ നിയന്ത്രിക്കാൻ മറ്റൊരു ശക്തി ഉണ്ട് എന്നാണ് ജ്യോതിഷ വിശ്വാസം. അതുകൊണ്ടാണ് പറയുന്നത് ശനി ദോഷമുള്ളവർ ശനിയാഴ്ച ദിവസമെങ്കിലും മത്സ്യമാംസാദി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഹിംസ പാടില്ല. ഒന്നിനെയും കൊല്ലാനുള്ള അവകാശം നമുക്ക് നാട്ടിൽ നമുക്കാരെയും കൊല്ലാനുള്ള അവകാശമില്ല. ഒരു ജന്തുവിനെയും കൊല്ലാനുള്ള അവകാശമില്ല, ഒരു പക്ഷികളെയും കൊല്ലാനുള്ള അവകാശമില്ല. ഇതൊക്കെ ശനീശ്വരനെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിട്ടാണ് പറയുന്നത്.
ഹിംസ പാടില്ല. അതുകൊണ്ടാണ് മത്സ്യമാംസ ലഹരി പദാർത്ഥങ്ങൾ വർജിക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശനി ദോഷകാലമാണെങ്കിൽ എഴുതുന്നതിൽ ശ്രദ്ധിക്കണം, വാക്കുകളിൽ ശ്രദ്ധിക്കണം, എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിൽ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം, തൊഴിൽ സ്ഥലത്ത് ശ്രദ്ധിക്കണം, യാത്രാവേളകളിൽ ശ്രദ്ധിക്കണം, ആവശ്യമില്ലാതെ ഒരു കാര്യത്തിനും പോകാതിരിക്കുക. അവനവൻ്റെ കുടുംബം നോക്കി, അവനവൻ്റെ തൊഴിൽ നോക്കി, അവനവൻ്റെ ആരോഗ്യം നോക്കി, അവനവൻ്റെ മാതാപിതാക്കളെ നോക്കി, അവനവൻ്റെ ഭർത്താവിനെയും ഭാര്യയും മക്കളെയൊക്കെ നോക്കി ശിവനേന്നും പറഞ്ഞ് പോകുന്നവർക്ക് ആർക്കും ശനിദോഷം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. മദ്യപിച്ച് മതോന്മത്തരായിട്ട് ആവശ്യമില്ലാത്ത ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് രാവും പകലും ഇല്ലാതെ മതിലിയാടിയും വേലിയാടിയും അല്ലെങ്കിൽ ആരെയെങ്കിലുമൊക്കെ മോശപ്പെടുത്തി അവരുടെ ധനം അപകരിച്ചും അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കെണികൾ ഒരുക്കിയൊക്കെ നടക്കുന്നവരെ സംബന്ധിച്ചാണ് ശനിദോഷം ഏറ്റവും വലിയ തിരിച്ചടികൾ കൊടുക്കുന്നത്. ശനിദോഷകാലത്ത് എന്നെന്നും ഓർമ്മിക്കുന്ന തരത്തിലുള്ള പണിഷ്മെൻറ്റുകൾ വാങ്ങിക്കുന്നവരെ ഇതുപോലുള്ള എന്തെങ്കിലും തരത്തിലുള്ള വേണ്ടാദിനങ്ങളിൽ പെടുന്നവരായിരിക്കും. മറ്റുള്ളവൻ്റെ സ്വത്ത് ആഗ്രഹിക്കുക, അപകരിക്കുക, ഏതെങ്കിലും വ്യക്തികളെ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാൻ വേണ്ടി മെരുക്കാൻ വേണ്ടിയിട്ട് അവരെ ഏതെങ്കിലും കെണികൾ അകപ്പെടുത്തുക, ആവശ്യമില്ലാതെ സംസാരിക്കുക, മറ്റുള്ളവരുമായിട്ട് ഒരു വിരോധവും ഇല്ലാതെ അതുമായിട്ട് കയറി കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കയറി ബഹളം ഉണ്ടാക്കി അടിയുണ്ടാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ശനി ജയിക്കുന്നതാണ്. ഇവനെ കുഴിക്കാൻ ഒരു അവസരം നോക്കിയിരിക്കുകയാണ് ശരി. ചിലപ്പോൾ അവൻ്റെ മുജ്ജന്മങ്ങൾ കൊണ്ട് വലിയ ദോഷങ്ങളും പാപങ്ങളും ഒന്നും കാണത്തില്ല. ഇവന് എങ്ങനെ ഈ ശനിദോഷ കാലത്ത് എനിക്ക് എടുത്തിട്ട് അലക്കാൻ സാധിക്കുമെന്ന് ശനി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവനായിട്ട് എന്ന് കയറി കൊടുക്കുന്നത്. അപ്പം ശനിദോഷ കാലത്ത് അവനവനെ തന്നെ നിയന്ത്രിച്ച് അവനവന് തന്നെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് പോയാൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് 4 ശനി ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ശ്രദ്ധ, 7 ശനിയാണെങ്കിലും ഒരു ശ്രദ്ധ, വാഹന ഗതാഗതത്തിൽ ശ്രദ്ധിക്കണം, വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. വായു സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, വായുകാരനാണ് ശനി. നമ്മളുടെ ഒരു ദീർഘദൂര യാത്ര പോകുന്നുവെങ്കിൽ പ്രഷറിനും ഷുഗറിനും ഉള്ള മരുന്ന് കരുതുന്നതിനോടൊപ്പം വായു സംബന്ധമായിട്ടുള്ള മരുന്നുകളും കരുതിയിരിക്കണം. വായു സംബന്ധമായ പ്രശ്നങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാവാം. ഇതിനെക്കുറിച്ചൊക്കെ ഒരു പൊതുധാരണ ഉണ്ടാവുക. ആവശ്യമില്ലാതുള്ള കാര്യങ്ങളിൽ നമ്മൾ വെല്ലുവിളിക്കാനും അവനെ കുത്തി കുഴിച്ചടിക്കാനും ഇവൻ്റെ കല്യാണം മുടക്കാനും അവളെ വളച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുത്സിത പ്രവർത്തനം നടത്താനും ഇവനെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പാരവയ്പ് നടത്താനും ഇതുപോലുള്ള യാതൊരുവിധ ആവശ്യമില്ലാത്ത ചിന്തകളും നമ്മൾ പോകാതിരിക്കുക. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ആരെങ്കിലും ഏർപ്പെടുന്നുവെങ്കിൽ അവർക്ക് ഒരു സഹായവും ചെയ്യാതിരിക്കുക. കഴിവെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോയാൽ ഒരു ശനിദോഷവും ബാധിക്കില്ല. ഒരു ദോഷവും നിങ്ങളെ അപകടത്തിലാക്കത്തില്ല. ഏതെങ്കിലും ശനിദോഷം നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ അപകടത്തിലാക്കുന്നെങ്കിൽ അതിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എവിടെയോ നിങ്ങൾക്ക് ധർമ്മം വിട്ടു ചരിക്കേണ്ടി വരുന്നു. ആ ധർമ്മം വിട്ട് ചരിച്ചാൽ പണി ഉറപ്പാണ്. ഇതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ശനിദോഷ കാലമാണെങ്കിൽ മനസ്സാ വാച കർമ്മണ നമ്മൾ വിശുദ്ധരായിരിക്കുക. മറ്റൊരു ജീവജാലങ്ങൾക്കും ഒരു ഹാനിയും നമ്മൾ കൊണ്ടുണ്ടാകരുത്. നമ്മൾ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കുക. കഴിയുമെങ്കിൽ ആരെങ്കിലും സഹായിക്കുക. സഹായിച്ചില്ലേലും വിരോധമില്ല, ഉപദ്രവിക്കരുത്. അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഈശ്വരനെ ഭജിക്കുക. അവനവൻ്റെ കുടുംബം നോക്കി അവനവൻ്റെ കാര്യം നോക്കി നടന്നാൽ ഒരു ശനിദോഷവും ബാധിക്കില്ല. പിന്നെ നമ്മളുടെ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളുമൊക്കെ ലഹരിയിലാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പോയാലും പണി കിട്ടും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ ശനിദോഷകാലം പൊതുവെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോകുന്നതാണ് എന്നാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവത്തിലും എൻ്റെ പരിചയത്തിലുള്ള ചില സുഹൃത്തുക്കളുടെ അനുഭവത്തിലും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. സ്വീകാര്യമായവർ സ്വീകരിക്കുക എന്ന് മാത്രമേ ഇതിലൂടെ പറയാനുള്ളൂ. ഇനി ശനിദോഷത്തിൻ്റെ അല്ലെങ്കിൽ ശനിദോഷകാലമാണ്, അതിനുള്ള യഥാപരി പരിഹാരം. ശനിയാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക. നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അസ്തമയ ശേഷം ശാസ്താവിൻ ക്ഷേത്രത്തിൽ നീരാജനം സമർപ്പിക്കുക. മഹാദേവന് പിൻബലക്ക് സമർപ്പിക്കുക. ശനിയാഴ്ച ദിവസം പകൽ സമയങ്ങളിൽ നമ്മൾ ഉണ്ണുന്നതിന് മുൻപ് ഒരു പിടി ചോറോ ഒരു പാത്രം ചോറും എടുത്ത് അതിനകത്ത് അല്പം എള്ള് വിതറി അല്പം എള്ളെണ്ണയും കൂടെ കൂട്ടിക്കലർത്തി കാക്കയ്ക്ക് ദാനം ചെയ്യുക. എച്ചിൽ വാരി കൊടുക്കരുത്. ഇതുപോലെ
നമ്മൾ എടുത്ത് കുഴച്ച് കാക്കയ്ക്ക് ദാനം ചെയ്യുന്നതും സഹജീവികളോടുള്ള പ്രകടനത്തിൻ്റെ മകുടോദാഹരണമാണ്. ഇത്തരത്തിൽ ഈശ്വരനുണ്ടെന്നും ഈശ്വരൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടുമെന്നുമുള്ള ഒരു തിരിച്ചറിവോടുകൂടെ മുന്നോട്ട് പോയാൽ ഒരു ശനിദോഷത്തെയും പഠിക്കേണ്ട കാര്യമില്ല. സുഖമായിട്ട് നമ്മൾക്ക് ഈശ്വരൻ ഇട്ടിരിക്കുന്ന ആയുസ് തീരുന്നവരെ ഭൂമിയിൽ ജീവിച്ചു മരിക്കാം. ഇതാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം.